ഇടത്തുനിന്ന് വലത്തേക്ക് മാറ്റാനുള്ള ഒരു 38-കാരൻ്റെ നിശ്ചയദാർഢ്യം. അതെ, സിദ്ധാർത്ഥ് ലാൽ, ഏഷ്യർ മോട്ടോഴ്സിന്റെ MD. വലതുവശത്തുള്ള ഗിയറും ബ്രേക്കും ഇടതുവശത്തേക്ക് മാറ്റുന്നതിനൊപ്പം ഒരു എഞ്ചിൻ കൂടി അദ്ദേഹം വാർത്തെടുത്തു. UCI എഞ്ചിൻ, യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ. അതുവരെ വിൽപ്പനയിൽ കിതച്ചോടിക്കൊണ്ടിരുന്ന CI എഞ്ചിൻ ബുള്ളറ്റുകൾക്ക് പകരം വന്ന UCI എഞ്ചിൻ ഇരു കൈകളും നീട്ടി നമ്മൾ നെഞ്ചിലേറ്റി. ആ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം നെഞ്ചിടിപ്പായി. ഒരു സാധാരണക്കാരന് അനായാസം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ബുള്ളറ്റിനെ വാർത്തെടുത്തത്. അന്നത്തെ ഈ ഒരു ബുള്ളറ്റിൻ്റെ ആഡ് നമ്മൾ പലരും ഓർക്കുന്നുണ്ടാവും. ഈ ഒരു ആഡ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ ആ ഒരു ട്രാൻസിഷനാണ് ഈ ആഡിൽ വ്യക്തമായി അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. പഴയ സ്റ്റാൻഡേർഡ് CI ബുള്ളറ്റുകളുടെ അതേ ക്രാങ്ക് വെയിറ്റിൽ തന്നെയാണ് UCI സ്റ്റാൻഡേർഡ് ബുള്ളറ്റും ഇറങ്ങിയിരുന്നത്. 10.3 കിലോഗ്രാം. 2009-2010 കാലഘട്ടമാണ് ഈ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത്. വണ്ടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ കൈകൊണ്ടുള്ള ഈ സ്ട്രൈപ്സും നൂതന സാങ്കേതിക വിദ്യയെ സമന്വയിപ്പിച്ചപ്പോൾ റോയൽ എൻഫീൽഡിനെ ജനങ്ങൾ നെഞ്ചിലേറ്റി. ഗാംഭീര്യമുള്ള ശബ്ദം നെഞ്ചിടിപ്പായി മാറി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ റോയൽ എൻഫീൽഡിൻ്റെ ഫാൻസാണ് ഇന്നും. നമ്മളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഹിമാലയത്തിൻ്റെ നിറകിൽ വരെ എത്തിച്ചതിനും ഒരു വലിയ പങ്ക് റോയൽ എൻഫീൽഡിനുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ വിവിധ ഫോഴ്സുകളിലും റിപ്പബ്ലിക് ഡേ പരേഡിൽ വരെ ഒരു കൊമ്പനെ പോലെ റോയൽ എൻഫീൽഡ് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. റോയൽ എൻഫീൽഡ് ഒരു ബൈക്ക് എന്നതിനുപരി ഒരു വികാരമാണ്, നെഞ്ചിടിപ്പാണ്. വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അതുൽ രാജ്. എൻ്റെ ആദ്യത്തെ വണ്ടിയായ 2013 മോഡൽ BS3 ബുള്ളറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിൽ നിന്നാണോ നമ്മൾ പോകുന്നത്. റീസ്റ്റോറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. അരീക്കോട് അടുത്ത് കാവനൂരാണ് വണ്ടി റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. റീസ്റ്റോർ ചെയ്ത വർക്ക്ഷോപ്പിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും വീഡിയോയിൽ പറയാം. നമ്മൾ KSRTCയുടെ ഏറ്റവും പുതിയ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയാം. ഇത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ്. പഴയ ബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറ്റൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡറും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതാണ് ആ മുതൽ. 2013 മുതൽ ഇവൻ എൻ്റെ കൂടെയുണ്ട്. UCE BS3 എഞ്ചിനാണ്. അതായത് UCI മോഡൽ ഇറങ്ങി ആദ്യത്തെ സീരീസിലുള്ള ബൈക്ക്. അന്ന് ഏകദേശം 6 മാസത്തോളം ഇതിന് ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. കോളേജ് ടൈമിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് ഞാനിതിനെ വാങ്ങിയത്. പെയിൻ്റൊക്കെ നല്ല രീതിയിൽ ഡള്ളായിട്ടുണ്ട്. പിന്നെ തുരുമ്പ്, അത് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ ഉള്ളതാണല്ലോ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മൂവാറ്റുപുഴ KRC എന്നാണ് വണ്ടി പാക്ക് ചെയ്ത് അയച്ചത്. പാക്കിംഗ് അവർ തന്നെ ചെയ്തു. ഇവിടുന്ന് കാവനൂർക്ക് അയക്കുന്നതിന് ഏകദേശം 3500 രൂപയോളമായി. ഇവിടുന്ന് 2 ദിവസം എടുത്തു അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണാം. KRC ബൈക്ക് അയക്കുന്നതിൻ്റെ പ്രൊസീജിയർ ഞാനൊന്ന് പറയാം. പെട്രോൾ കംപ്ലീറ്റ് എടുക്കണം. പിന്നെ സൈഡ് മിറർ അത് രണ്ടും റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി അവിടെ ഏൽപ്പിച്ചാൽ മതി. ഒരു ബ്ലാക്ക് പാടൊക്കെ ഉപയോഗിച്ച് ടാങ്ക് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ കവറിങ്ങും നല്ലതായിരുന്നു. അകത്ത് കാർഡ്ബോർഡൊക്കെ വെച്ചായിരുന്നു പാക്കിങ്. ഇപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടല്ലോ. പിന്നെയുള്ളത്, നമ്മൾ അയക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കണം. പിന്നെ ഇതിപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഞാനവിടെ പറഞ്ഞായിരുന്നു, മെക്കാനിക്കിൻ്റെ അടുത്ത് ഏൽപ്പിച്ചായിരുന്നു ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ വീഡിയോ. നേരത്തെ എടുത്ത വീഡിയോയും ഇപ്പോൾ കിട്ടിയ വീഡിയോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറിയാം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടണ്ടെന്നോർത്താണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്ലോയിൽ കണ്ടു നോക്കി അറിയാം വണ്ടിയുടെ കണ്ടീഷൻ. ടാങ്കിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ റസ്റ്റ്, അതിപ്പോൾ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് സൈലൻസർ നമ്മൾ ഷോർട്ട് ബോട്ടിലാക്കിയായിരുന്നു. അത് പഴയ മോഡൽ CI എഞ്ചിൻ്റെ ഒറിജിനൽ സൈലൻസർ തന്നെയാണ് വെച്ചത്. പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റോക്ക് സൈലൻസർ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് ചെയ്തിരുന്നത് ഡീകംപ്രസർ, പിന്നെ സെൽഫ് സ്റ്റാർട്ട്, പിന്നെ ഡിസ്ക് ബ്രേക്ക്. ഇത് സ്റ്റാൻഡേർഡിൽ വരുന്നില്ല. അപ്പോൾ നമ്മളിത് അഡീഷണലായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഡിസ്മാൻഡിൽ ചെയ്തു. അതുപോലെ പാർട്സൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ റസ്റ്റൊക്കെ ബഫ് ചെയ്ത് കളഞ്ഞു. അതുപോലെ പെയിൻറ്റ് ബഫ് ചെയ്ത് മാറ്റി പ്രൈമർ അടിച്ചതിന് ശേഷമാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ടാങ്കിലും പിന്നെ മഡ് ഗാർഡിലും ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തു. പുട്ടിയിടാതെ തന്നെ അത് നിവർത്തി അതിനുശേഷം പ്രൈമറിൻ്റെ കോട്ടിങ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്.
വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും പിന്നെ മെക്കാനിക്കിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഉടനെ തന്നെ പറയാം. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ. യൂട്യൂബിൽ ആൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചാനൽ വീഡിയോ കണ്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. പുള്ളി മെയിനായിട്ടും റോയൽ എൻഫീൽഡിൻ്റെ വീഡിയോസ് തന്നെയാണ് ചെയ്യാറ്. എസ്പെഷ്യലി UC എഞ്ചിൻ്റെ വീഡിയോസാണ് പുള്ളി ചെയ്യുന്നത്. ബുള്ളറ്റ് പ്രാന്തന്മാർക്കൊക്കെ ഇപ്പോൾ ഏകദേശം ആളെ മനസ്സിലായി കാണും. ഡീറ്റെയിൽസ് പിന്നീട് പറയാം. അപ്പോൾ ഈ ടാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞു. അതുപോലെ സ്ട്രൈപ്സ് ചെയ്തു. പിന്നെ നല്ല ഫിനിഷിങ് തന്നെയാണ് ചെയ്തേക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇറക്കാൻ തന്നെയാണ് കേട്ടോ തീരുമാനം. വണ്ടി എടുത്തപ്പോൾ എങ്ങനെ ഇരുന്നോ ആ ഒരു രീതിക്ക് തന്നെ ഇറക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അസംബ്ലിങ് തുടങ്ങി. വണ്ടിയുടെ ഹെഡ് അഴിക്കേണ്ടി വന്നില്ല. കാരണം ഇൻസ്പെക്ട് ചെയ്തപ്പോൾ തന്നെ എൻജിൻ സൈഡ് ക്ലിയർ ആണെന്ന് മനസ്സിലായി. അതുപോലെ സൈഡ് കവർ കഴിച്ചപ്പോൾ എൻജിനകത്ത് കരിയോ കറയോ അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആയതുകൊണ്ട് എൻജിൻ്റെ ഹെഡ് അഴിച്ച് ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്തെടുത്തുള്ളൂ എൻജിൻ. ഇപ്പോൾ എൻജിൻ്റെ ഹെഡിൻ്റെ ആ ഭാഗത്തായിട്ട് കാണുന്ന വാൽവാണ് ഡീകംപ്രസറിൻ്റെ വാൽവ്. അതും വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പഴയ CI എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാട്ടോ ഈ UCI BS3 മോഡൽ. കാരണം വണ്ടി തന്നെ ലുക്കിലാണേലും ആ പഴയ ലോഗോ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ പോർഷനിൽ മാത്രം വ്യത്യാസമുണ്ട്. CI എഞ്ചിൻ്റെ ആ ഒരു പോർഷൻ മാറി ഇപ്പോൾ UCI എഞ്ചിൻ വന്നു. ബാക്കി മഡ് ഗാർഡും ബാക്കിയെല്ലാം ഏകദേശം പഴയ CI എഞ്ചിൻ്റെ ലുക്ക് തന്നെയാണ്. അതുപോലെ എഞ്ചിനിലും വേണമെങ്കിൽ നമുക്ക് ഡീകംപ്രസർ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എഞ്ചിനിലധികം ഓൾട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ബാറ്ററി ബോക്സിൽ ചെറിയൊരു മാറ്റം വരുത്തണം. പിന്നെ വയറിംഗ് കിറ്റ് ഇത്രയും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാം. ഞാൻ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്തപ്പോൾ ഏകദേശം 22,000 രൂപയാണ് ആയത്. അതൊരു 2-3 വർഷമായി കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 500ൻ്റെ മോട്ടറാണ് വെച്ചത് സെൽഫ് സ്റ്റാർട്ടിനായിട്ട്. അതുപോലെ തന്നെ വയറിംഗ് കിറ്റ്. പിന്നെ അഡീഷണലായിട്ട് ആഡ് ചെയ്തേക്കുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ ഡിസ്ക് ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡിൻ്റെ അത്ര പോരായിരുന്നു. കാരണം എപ്പോഴും വെള്ളം കയറി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകുമായിരുന്നു. അതുകൊണ്ട് സ്റ്റോക്ക് വന്നിരുന്ന ഡ്രം ബ്രേക്ക് മാറ്റി നമ്മൾ ഡിസ്ക് ബ്രേക്കിലേക്കാക്കി. പിന്നെ മാറ്റം വരുത്തിയത് ഡീകംപ്രസർ ആഡ് ചെയ്തതാണ്. ഡീകംപ്രസർ ആഡ് ചെയ്തപ്പോൾ വണ്ടിയുടെ ഹെഡ് അഴിക്കേണ്ടി വന്നു. ഡീകംപ്രസർ വന്ന് ആഡ് ചെയ്തതിന് ഏകദേശം ഒരു 6,000 രൂപയാണ് ആയത്. അപ്പോൾ വണ്ടിയുടെ ഹെഡിൽ അഡീഷണലായിട്ടൊരു ഹോളിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പഴയ ബുള്ളറ്റിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും. ഡീകംപ്രസർ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. നമുക്ക് കൈ കൊണ്ടൊക്കെ വേണേൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത് വേണം ഇടാം. 1000 സംതിങ് വില വരുന്നത് അസംബ്ലിക്ക്. ഹബിന് കുഴപ്പമൊന്നുമില്ല. ഫ്രിക്ഷൻ പ്ലേറ്റിന് ഹാർഡായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അത് പിടിച്ച് നിൽക്കുന്നതേ. പാർക്ക് ചെയ്യുന്ന സമയത്ത് പിടിച്ചിരിക്കുമ്പോൾ റിലീസാകാനുള്ള ബുദ്ധിമുട്ടാണ് ക്ലച്ച് ചാടി കളിക്കുന്നത്. അപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. മോട്ടറിൻ്റെ ഉള്ളിലേ മാഗ്നറ്റിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് ഐസൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡിന് നമ്മൾ സാധാ മോട്ടർ വെച്ചതാണല്ലോ. ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പെയറിൻ്റെയും വീഡിയോ അദ്ദേഹം അയച്ചു തന്നിരുന്നു. കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായം കൂടി എടുത്തിട്ടാണ് അത് റീപ്ലേസ് ചെയ്യണോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിട്ടാൽ മതിയെന്ന് തീരുമാനിച്ചത്. തീരെ ഡാമേജ് വന്ന സ്പെയർ പാർട്സ് മാത്രമേ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നന്നാക്കി എടുക്കാൻ പറ്റുന്നതൊക്കെ റിപ്പയർ ചെയ്തെടുക്കുകയോ ചെയ്തേ. പിന്നെ ബാക്കിയുള്ളതെല്ലാം തുരുമ്പൊക്കെ കളഞ്ഞ് പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്തു. പിന്നെ ബാറ്ററിയുടെ കവർ നിറച്ച് തുരുമ്പായിരുന്നു, അത് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ റിങ് അതിൽ തുരുമ്പുണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്തില്ല, പ്ലേറ്റ് ചെയ്തു. പിന്നെ എൻജിൻ്റെ സൈഡ് കവർ അത് ബഫ് ചെയ്തു. ഇപ്പോൾ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിങ്ങിലായി. ടെയിൽ ലാമ്പിൻ്റെ സെറ്റ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യണം ചെയ്ത്. കാരണം നല്ല റസ്റ്റ് വന്നത് ഡാമേജ് ആയിരുന്നു. റബ്ബർ ഹോസും പിന്നെ എല്ലാ കേബിളുകളും നമ്മൾ റീപ്ലേസ് ചെയ്യണം ചെയ്ത്. അതുപോലെ സൈലൻസറിൻ്റെ ബെൻ പൈപ്പ് കംപ്ലീറ്റ് റസ്റ്റ് ആയിരുന്നു. അതുപോലെ ഒരു ബ്ലാക്ക് കളർ വന്ന് ദ്രവിച്ച് തുടങ്ങിയായിരുന്നു. ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടർ വരുന്നത് ബെൻ പൈപ്പിനകത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് അതൊക്കെ ഡാമേജായി. ലാസ്റ്റ് പൊല്യൂഷൻ കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതുപോലെ സൈലൻസർ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ഓൾഡ് ടൈപ്പ് CI മോഡലിൻ്റെ ഒറിജിനൽ സൈലൻസറാണ്. അപ്പോൾ അതും മാറ്റി നമ്മൾ സ്റ്റോക്കിലേക്ക് മാറി. CI മോഡലിൻ്റെ സൈലൻസർ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം അതിന് ഓവറായിട്ടുള്ള സൗണ്ടില്ല, ഒരു ഡീപ്പ് ബാസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ നിയമപ്രകാരം നമുക്ക് സൈലൻസർ മാറ്റാൻ പറ്റില്ല. 5,000 രൂപ വരെ അതിന് ഫൈൻ വരും. അതുകൊണ്ട് തിരിച്ച് സ്റ്റോക്കിലേക്കാക്കി. ഇതാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഡോക്ടർ. പേര് തുൽഹത്ത്. വർക്ക്ഷോപ്പിൻ്റെ പേര് റോയൽ കസ്റ്റം മോട്ടേഴ്സ്.
കാവനൂർ തന്നെയാണ് സ്ഥലം. ഞാൻ പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ വണ്ടിയുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായി. അപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് ട്രയൽ റൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് ഞാൻ വണ്ടി എടുക്കാൻ ചെല്ലുന്നതിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം 2 ഫോൺ കൊണ്ടാണ് പോയത്. പക്ഷേ എൻ്റെ 2ൻ്റെയും ചാർജ് തീർന്നായിരുന്നു. വണ്ടിയുടെ കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഷോക്കായി പോയെന്ന് തന്നെ പറയാം. വണ്ടി എടുക്കാനായിട്ട് അന്ന് ഷോറൂമിൽ പോയപ്പോൾ വണ്ടിക്ക് ഇത്രയും ഒരു ഗ്ലേസിങ് ഇല്ലായിരുന്നു. ഒരു പ്ലാന്റിൽ വണ്ടി പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു സിംഗിൾ വണ്ടിയായിട്ടല്ലല്ലോ വരുന്നത്, ആ ഒരു ബാച്ചായിട്ട് കുറേ വണ്ടികളായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിന് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ റീസ്റ്റോറേഷൻ വരുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ വണ്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്തായാലും നമുക്കതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ വണ്ടിയൊക്കെ കിട്ടി, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ നമുക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ വണ്ടി നല്ല സ്മൂത്തായിട്ടുണ്ട്. പിന്നെ വൈബ്രേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ്, ഞാൻ വണ്ടി സ്റ്റോക്ക് സൈലൻസറിൽ ആകെ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടി എടുത്തു കഴിഞ്ഞ്. അത് കഴിഞ്ഞെല്ലാം മറ്റേ CI മോഡലിൻ്റെ സൈലൻസറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടൊരു പഞ്ചിൻ്റെ കുറവ് ന്യായമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ബുള്ളറ്റ് ഓടിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും മറ്റേ സൈലൻസർ വെച്ച് തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പൊല്യൂഷൻ ഇഷ്യൂ ഉള്ള കാരണം നമുക്കത് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ MVD പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ആക്കിയതാണ്. പിന്നെ മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 42-43 അടുത്ത് കിട്ടി. ശരിക്കും അത് കൂടുതൽ കിട്ടേണ്ടതാണ്, കാരണം പോരുന്ന വഴിക്ക് ലെവൽ ക്രോസിൽ ഗേറ്റഡ് കുറച്ച് നേരം കിട്ടി. അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഐഡിയയിൽ കുറേ നേരം കിടന്നായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 47-48 50 അടുത്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ മൈലേജിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിനായിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ഇടാം. പിന്നെ അതുപോലെ നമ്മുടെ മൂന്നാർ വട്ടവട ഒന്ന് കറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതും പ്ലാൻ ചെയ്തിട്ട് നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റിയ അതും ഇടാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റീസ്റ്റോറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തീരെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പാർട്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അത് പോളിഷ് ചെയ്തും ബഫ് ചെയ്തും പ്ലേറ്റ് ചെയ്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ പാർട്സും അത് റീപ്ലേസ് ചെയ്യാനിരിക്കുവാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയൊരു വണ്ടി മേടിച്ചാൽ പോരെ. നമുക്കിതിൻ്റെ സൗണ്ടും പിന്നെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേൾക്കാം. അപ്പോൾ ഹെഡ്ഫോൺ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചു.
ടോട്ടൽ കോസ്റ്റ് എത്രയായി അതല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഏതൊക്കെ പാർട്സ് റിപ്പയർ ചെയ്തു, ഏതൊക്കെ പാർട്സ് റീപ്ലേസ് ചെയ്തു, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത വീഡിയോയിൽ പറയാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. എന്നാലും ഏകദേശം ഒരു 70,000 താഴെയാണ് നമുക്കായത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.